നല്ലൊരു 1.5 ഏക്കർ കവുങ്ങും തോട്ടാണ്. ഇതിൽ തെങ്ങുണ്ട് കേട്ടോ. അതാണ് ചെറു സൈസ് തെങ്ങുകൾ. നാലതിരിലും ഇതേമാതിരി തെങ്ങാണ് കേട്ടോ. തെങ്ങ് അതേപോലെയുള്ള സംഭവങ്ങളാണ്. നല്ല കായുള്ള തെങ്ങാണ്. തെങ്ങൊക്കെ കായൊക്കെ ഇപ്പോൾ തേങ്ങയൊക്കെ ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. അല്ല, ഇതൊക്കെ തെങ്ങുകളാണ്. കൃഷി അറിയുന്ന ആളുകളുടെ കയ്യിലാണത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും എന്നും ഇതേമാതിരി വൃത്തിയായിട്ട് കിടക്കും. മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളാണ്. ചെറിയൊരു കുടുംബത്തിന് ജീവിക്കാനുള്ള നല്ലൊരു മാർഗമായിട്ടേ ഉപയോഗിക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു മോട്ടോർ പൊരിയും അതേപോലെ ബോർവെല്ലൊക്കെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ബോർവെല്ലാണിതിൽ. വെള്ളം ഭയങ്കര വെള്ളമാണ് കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഇതാണേ തോടാണ്. വെള്ളം എപ്പോഴും ഉള്ളത്. ഇതൊരു പാലാണ്. ഇത് നമ്മുടെ തോട്ടത്തിലേക്ക് വരാനുള്ള വേറൊരു വഴിയാണ് കേട്ടോ. ഇത് കൂടെ അങ്ങനെ വന്നിട്ട് ഇതിനെ ആ പാടത്ത് കൂടെ വരമ്പിനാണ് ചെന്നാൽ മെയിൻ റോഡ് എത്തും. ഇതൊക്കെ കായുള്ള കവുങ്ങുകളാണ് കേട്ടോ. ഒരു 19 തെങ്ങുണ്ട് ഇതിൽ. തേങ്ങപ്പെട്ടിട്ടേ ഉള്ളൂ. പിന്നെ വെള്ള സൗകര്യത്തിന് എന്തൊക്കെ സൗകര്യത്തിന് ഇതിലുള്ള കുഴൽക്കിണറുണ്ട്. പിന്നെ അപ്പുറത്ത് തോടാണല്ലോ അല്ലേ. അടിപൊളി വെള്ളം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തോട്ടാണ്. ഒക്കെ കായുള്ളതാണ്. മാവുകളുണ്ട്. തെങ്ങൊക്കെ നല്ല കായുള്ള തെങ്ങുകൾ കേട്ടോ. ഈ വെള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. ചെറുനാരങ്ങയുടെ മരമാണ് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം മാവ്, പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഫുള്ള് ഇതേമാതിരി ഒരു തോടാണ്. കാലാകാലം വെള്ളം ഉണ്ടാകുന്ന തോടാണ്. ഇത് നമ്മളുടെ ഈ ഭൂമിയുടെ അതിർത്തി കൂടെ പോവുകയാണ്. ഉണ്ടോ, ഇതിൻ്റെ അതിർത്തി തോടാണ്. അതിൻ്റെ അപ്പുറത്തും പാടാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ മോട്ടോർ പുരയാണ്. ഉണ്ടോ, വേണ്ട, കറണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട് പുഴ, മറ്റേ തോട്, അതിൻ്റെ ഈ കരക്ക് കാണുന്ന ഈ ഭാഗമൊക്കെ നമ്മുടെയാണ് കേട്ടോ. അവങ്ങളെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്.
വയലുകളാൽ ചുറ്റപ്പെട്ട ഒരു കവുങ്ങും തോട്ടം. ഇതിൽ തെങ്ങൊക്കെ ചെറിയ സൈസ് തെങ്ങാണ് കേട്ടോ, നല്ല പ്രായമായതൊന്നല്ല. അതേപോലെ കവുങ്ങും തന്നെ, കവുങ്ങുമൊക്കെ അത്യാവശ്യം കായുള്ള നല്ല നോട്ടമുള്ള ഇതാണ്. നല്ല അടിയൊക്കെ കളച്ച് വൃത്തിയാക്കി നല്ലൊരു തോട്ടാണ്. ഇത് പള്ളിയിലാണ് സംഭവം, പറമ്പല്ല. പക്ഷെ വരുമാനം, നല്ല വരുമാനം ഉണ്ടാക്കാം. 1.5 ഏക്കർ കഷ്ടി ആധാരത്തിലുള്ളൂ. പക്ഷേ സ്ഥലം കൂടുതലുണ്ടായിരിക്കും. ആധാരത്തിലുള്ളതിൻ്റെ കാശ് കൊടുത്താൽ മതി. നാല് ഭാഗം വയലുകളെ കൊണ്ട് ചുറ്റപ്പെട്ടാണ്. ഒരു സൈഡ് ഫുള്ള് മറ്റേ തോട്, വെള്ളമൊഴുകുന്ന തോട്, എന്നും വെള്ളമുള്ളത്. പിന്നെ മറ്റുള്ള സൈഡ് ഒക്കെ വയലാണ്. ഈ കരയെ കൂടെ ഒക്കെ ഫുള്ള് തെങ്ങാണ്. കറണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും നമ്മളൊരു ബോർവെല്ല് അടിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര വെള്ളമാണ്, നല്ല വെള്ളമാണ്. കൂളിങ്ങുള്ള തോട്ടാണ്. ചെറിയൊരു കാശിന് ഇതേമാതിരി ഒരു തോട്ടം വാങ്ങണം എന്നുള്ള ആളുകൾ വിളിച്ചോളി. നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിനനുസരിച്ചിട്ട് യോജിക്കുന്നതിനനുസരിച്ച് വാങ്ങിക്കാം. അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ഞാൻ അതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. കണ്ടോ, കറണ്ടിൻ്റെ പോസ്റ്റാണത്. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇതേമാതിരി ഇതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, ഈ തോടാണ്, വെള്ളമുള്ള തോടാണ്. ഈ വേനൽക്കാലത്ത് പോലും ഇതിൽ കണ്ടില്ലേ വെള്ളം. അപ്പോൾ എല്ലാ സമയത്തും ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മറ്റ് മറുകരക്കൊക്കെ ഇതേമാതിരി കവുങ്ങും തോട്ടാണ്. ഇത് ശരിക്കും പാടത്ത് കവുങ്ങ് വെച്ച സംഭവമാണ്. ഇത് പാലക്കാട് ജില്ലയിൽ അനങ്ങനടി പഞ്ചായത്താണ് കേട്ടോ. ഒക്കെ നമ്മളെ കവുങ്ങും തോട്ടമാണ് കേട്ടോ. ഈ മേലത്തല്ലോ. ഇതാണല്ലോ, ഈ തിട്ട് വരെയാണ് നമ്മുടെ തോട്ടം. ഇവിടുന്ന് നമ്മുടെ തോട്ടം ഇങ്ങനെ പോവുകയാണ്, മനസ്സിലായോ? അങ്ങനെയാണ് പോയിട്ട് ആ കാണുന്ന സംഭവം. 1.5 ഏക്കറാണ് ആധാരത്തിലുള്ളൂ. പക്ഷേ സംഭവം 2 ഏക്കറുടെയൊക്കെ അടുത്തുണ്ടാവും. ഇനി ഇതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഈ നടക്കണ ഈ വരമ്പ്, ഒരു വരമ്പ് മാത്രം വഴി നമുക്ക് പിന്നീട് വാങ്ങിക്കണം, വണ്ടി ചെല്ലാൻ വേണ്ടി. നമ്മളൊരു കണ്ടം, ഇവിടുന്നായിട്ടുള്ള ഒരു ചെറിയ കണ്ടം, ഈ കാണുന്നത് റോഡാണ്, വാങ്ങിച്ചാൽ മതി. അത് ഈ ഒരു ചെറിയൊരു കഷ്ണം തൊണ്ട് പിന്നീട് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഉള്ളിൽ ചെല്ലും. കണ്ടോ, ഇവിടെയൊക്കെ വീടുകളാണ്, നിറയെ വീടാണ്. ഇത് റോഡാണ്. ഇവിടെ റോഡ് വന്ന് നിൽക്കുകയാണ്. പിന്നെ അതാ ഈ ചെറിയൊരു കഷ്ണം, ഈ ഒരു കഷ്ണം മാത്രം വാങ്ങിച്ചാൽ നമ്മുടെ തോട്ടത്തിലേക്ക് അതാ കാണുന്നു തോട്ടം. റോഡ് ഇങ്ങനെയാണ് പോകും.
അപ്പോൾ ഇത് നമുക്ക് വരുമാനമുള്ളൊരു തോട്ടാണ്. ഒരു ചെറിയൊരു കാശിന് ഒരു തോട്ടം വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകളുടെ ഇതിൽ വിളിച്ചോളിയും. പിന്നെ നമുക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാം. ഇതാണ് നമ്മളെ തോട്ടത്തിൽ നിന്ന് പോവുകയാണ്. നിറയെ വീടുകളാണ് കേട്ടോ. ഉണ്ടോ? ഇതിന് കയറുമ്പോൾ നിറയെ വീടുകളാണ്. ഇവിടെയൊക്കെ ടാറിട്ട റോഡാണ്. ടാറല്ല, കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഈ റോഡ് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ തോട്ടത്തിലേക്കാണ് ഇറങ്ങാൻ. ആ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് പിന്നീട് വാങ്ങിക്കേണ്ടത്. ഇതൊക്കെ വീടുള്ള ഏരിയ കേട്ടോ. ഇത് മെയിൻ റോഡിൽ നിന്ന് മാക്സിമം ഒരു 400 മീറ്ററേ ഉള്ളൂ ഈ സംഭവം തോട്ടത്തിലേക്ക്. ഇതിനൊക്കെ വീടുകളാണ്.